ജലം അമൂല്യമാണ്. അത് പാഴാക്കാതെ എങ്ങനെ കാർ വൃത്തിയാക്കാമെന്ന് കാണിച്ചു തരികയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. നീരാവി ഉപയോഗിച്ച് കാർ വൃത്തിയാക്കുന്ന കൊറിയൻ സാങ്കേതികവിദ്യയാണ് ഇവരുടെ പ്രത്യേകത. ഒരു കാർ കഴുകുമ്പോൾ സാധാരണ 150 മുതൽ 200 ലിറ്റർ വെള്ളം വരെ പാഴാകും. എന്നാൽ നീരാവി ഉപയോഗിച്ച് കാർ കഴുകുവാൻ ആകെ വേണ്ടത് 40 മിനിറ്റും 5 ലിറ്റർ വെള്ളവുമാണ്. കാറിലെ രോഗാണുക്കളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കുവാൻ ശേഷിയുള്ള 135 ഡിഗ്രി നീരാവിയിലാണ് കാർ വൃത്തിയാക്കുന്നത്. വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാൾ വൃത്തി നീരാവി ഉപയോഗിക്കുമ്പോൾ ലഭിക്കുമെന്നതിനാൽ കുടുംബങ്ങളിൽ കുട്ടികളും രോഗമുള്ളവർക്കുമിടയിൽ കാഗോ കാർ വാഷിന് കൂടുതൽ സ്വീകാര്യതയുണ്ട്. നമ്മൾ വാട്ടർ സർവീസിനെ അപേക്ഷിച്ച് ഈ ഒരു സർവീസിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സാധാരണ സർവീസ് സ്റ്റേഷനുകളിൽ ഏകദേശം 100 മുതൽ 200 ലിറ്റർ ജലമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സ്റ്റീം സർവീസിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 5 ലിറ്റർ ജലം മാത്രം ഉപയോഗിച്ച് നമുക്ക് വാഹനം പൂർണ്ണമായും വൃത്തിയാക്കാം. അതോടൊപ്പം തന്നെ അണുവിമുക്തമാക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാറിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്റ്റീം ഉപയോഗിക്കുന്നതുകൊണ്ട് അടിഞ്ഞു കൂടി കിടക്കുന്ന എല്ലാ ഡേർട്സും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതേസമയം തന്നെ നമുക്കറിയാം ഒരു വാഹനത്തിന്റെ ഉള്ളിൽ നിരവധി ബാക്ടീരിയാസും ഉണ്ട്. കൊറോണ പോലുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മേഖലയാണ് സ്റ്റീം വാഷ്. ഷോറൂംസിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സും ഉപഭോക്താക്കളും ചോദിക്കുന്ന സ്റ്റീം വാഷ് ഉണ്ടോ എന്നുള്ളത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത്തരം വൈറസുകളെ പൂർണ്ണമായും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. കാരണം നമ്മളുടെ സ്റ്റീമർ മെഷീനിൽ നിന്ന് വരുന്ന താപനില എന്ന് പറയുന്നത് ഏകദേശം 135 ഡിഗ്രി ടെമ്പറേച്ചറാണ്. നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ 80 to 135 ഡിഗ്രി ടെമ്പറേച്ചറിൽ നമ്മൾ വാഹനത്തിന്റെ അകത്ത് സ്റ്റീം അടിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു ടച്ച് പോയിന്റ്സുകളിൽ നമ്മൾ സ്റ്റീം അടിക്കുമ്പോൾ പൂർണ്ണമായും അത്തരം വൈറസുകൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. റോഡ് അപകടങ്ങളിൽ പെടുന്ന ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി വാഹനം വൃത്തികേടായാൽ സൗജന്യ സേവനവും ഇവർ നൽകുന്നു. നമുക്കറിയാം ഓരോ പ്രതിവർഷവും ഏകദേശം 40,000-ൽ പരം റോഡ് അപകടങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഏകദേശം 10% മരണങ്ങളും സംഭവിക്കുന്നുണ്ട്. പൊതുവെ ഇത്തരം മരണങ്ങൾ സംഭവിക്കാനുള്ള വലിയൊരു കാരണം എന്ന് പറയുന്നത് വൈദ്യസഹായം എത്തിക്കാൻ വൈകുന്നതിന്റെ പേരിലാണ്. നമ്മളിപ്പോൾ ഒരു റോഡിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ ആ അപകടത്തിൽപ്പെട്ട വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒന്നും മടിക്കും. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിനുള്ളിൽ 10,000 വില മതിക്കുന്ന സീറ്റിൽ ഡേർട്ട് ആകുമോ, അതായത് ബ്ലഡ് സ്റ്റെയിനും മറ്റും വരുമോ എന്നൊരു ഭയമാണ്. അപ്പം ഞങ്ങളുടെ സർവീസ് കാഗോ സ്റ്റീം സർവീസ് ആ ഭയത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുവാണ്. നാളെ അത്തരത്തിൽ നിങ്ങളൊരു റോഡ് അപകടങ്ങളിൽ പെടുന്ന ഒരു പേഷ്യന്റിന് ആശുപത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ അതിനുശേഷം ഞങ്ങളുടെ ഹെൽപ്പ് ലൈനിൽ നിങ്ങളെ വിളിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അടുത്ത് വന്ന് വാഹനം പൂർണ്ണമായും അണുവിമുക്തമാക്കി അതിനുള്ളിലുള്ള സ്റ്റെയിൻസ്, അതായത് ബ്ലഡിന്റെ കറയും മറ്റും നമ്മൾ സൗജന്യമായിട്ട് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാണ്. കേരളത്തിൽ ഏകദേശം 1200-ൽ പരം പിൻകോഡ്സുകളിൽ നമ്മൾ ഈ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്.